ഏവർക്കും നമസ്കാരം. ഏടുകൾ തേടിയുള്ള മറ്റൊരു തീർത്ഥയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ യാത്ര കുറച്ച് ദൈർഘ്യമേറിയൊരു യാത്രയാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നത് വടക്കേ മലബാറിലേക്കാണ്. നമ്മുടെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഗുരുസ്പിരി ഗ്ലോബൽ വിഷൻ്റെ അറിവിലേക്കൊരു ചുവട് എന്ന പ്രോഗ്രാം മാഹിയിലാണുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വടക്കേ മലബാറിലേക്ക് സഞ്ചരിക്കുന്നത്. ഈ യാത്രയോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാർത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ ഭഗവാന്റെ ശിഷ്യന്മാരുടെ ഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരു ഏടുകൾ തേടിയുള്ള അന്വേഷണ യാത്ര കൂടിയാണ് ഇതിനോടൊപ്പം ഉള്ളത്. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈർഘ്യമേറിയ യാത്രയായതുകൊണ്ട് ഒരു 4 എപ്പിസോഡുകൂടിയാണ് നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ യാത്രയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നാമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ റീച്ചേട്ടൻ്റെ ഇന്നോവയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇതാണ് റീച്ചേട്ടൻ തന്നെയാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. നമ്മോടൊപ്പം ശ്രീജേഷ് ചേട്ടനുണ്ട്, അർജുൻ, വിജയ്, അദ്വൈത്, അനന്തു, കൂടാതെ നമുക്ക് ഒരാളുടെ നമ്മുടെ യാത്രയിൽ പങ്കെടുക്കാനുണ്ട്. അത് എറണാകുളത്തുള്ള ഗൂഗിളാണ്. ആ ഗൂഗിളിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിനെ കണ്ടു, ഗൂഗിളിനെയും കൂട്ടി നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്ര വിചാരിച്ചതിലും കുറേ വൈകിയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. അതുകൂടാതെ നമുക്ക് എറണാകുളം വരെ പോകേണ്ട കാരണം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വൈകേണ്ടി വന്നു. ഏകദേശം 250 കിലോമീറ്റർ മേളിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ യാത്ര നമ്മൾ വിചാരിച്ചതിലും വൈകിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മണിക്കൂറുകളോളം യാത്രകൾക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ സ്ഥലമായ കോഴിക്കോട് അത്താണിക്കൽ ഗുരുവരാശ്രമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യശിഷ്യൻ ദിവ്യശ്രീ ചൈതന്യ സ്വാമികളാൽ സ്ഥാപിതമായ അത്താണിക്കൽ ഗുരുവരാശ്രമത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വീഡിയോ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.